ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫുൾ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോഴും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു 2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഒരു സവാള കൊത്തിയരിഞ്ഞത്, ഒരു ക്യാപ്സിക്കം, ഒരു വലിയ തക്കാളി, ഒരു പിടി പുതിനൻ്റെ ഇല, അതുപോലെ ഒരു പിടി മല്ലിയില, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ വേണ്ടത് ഒരു 2.5 ടേബിൾ സ്പൂൺ മന്തി മസാല, പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പാണ്, അത് ഒരു ടീസ്പൂൺ നിറയെ ഇട്ടിട്ടുണ്ട്, ഒരു മാഗി ക്യൂബ്, പിന്നെ മുളക് പൊടിയാണ് വേണ്ടത്, അതൊരു 2.5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ നമ്മളതിലേക്ക് മല്ലിപ്പൊടിയാണ്, അതൊരു 2.5 ടീസ്പൂൺ, ഇനി നമുക്ക് വേണ്ടത് സുർക്കയാണ്, വിനാഗിരി, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക, ഒരു 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് അധികം ഓയിലാണ് വേണ്ടത്, ഓയിൽ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്, 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ. നമുക്കിനി വേണ്ടതിൽ ഫുൾ ചിക്കനാണ് കേട്ടോ. ഫുൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിട്ടുള്ള ചിക്കനാണ്. അതിലേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമുക്കത് രാവിലെ ചെയ്ത് വെക്കണം മാരിനേഷൻ, നമുക്ക് വൈകിട്ട് ഉണ്ടാക്കുക, അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ കണക്ക്. അപ്പോൾ അത്രത്തോളം നമുക്കിതിൽ പിടിക്കണം, എന്നാലാണ് അതൊരു ടേസ്റ്റ് വരുള്ളൂ. ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. എന്നിട്ട് നമുക്ക് പിന്നെ വേറെ പണികളൊന്നുമില്ല, നേരെ കുക്ക് ചെയ്തെടുക്കുക. ഗ്യാസിൽ വെക്കുക, അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. സംഭവം നല്ല ഉഷാറ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയപ്പോൾ ഇത് അങ്ങനെയാണുള്ളത്. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. എന്നിട്ട് ആ ബാക്കി വന്ന ഗ്രേവിയൊക്കെ ഉള്ളതൊക്കെ നമുക്ക് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കുക. ഗ്രേവി കുറച്ചുകൂടി വേണമെന്നുള്ള ആൾക്കാർക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറേ സമയമാകുമ്പോൾ വെള്ളം ഇങ്ങനെ കുറഞ്ഞ് വറ്റി വരുമല്ലോ, അപ്പോൾ അതിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് അതുപോലെ ആവണ സമയത്ത് നമുക്ക് മറിച്ചിടുമ്പോൾ പൊട്ടാതെ സൂക്ഷിച്ച് മറിച്ചിടുക. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്ത റെസിപ്പിയാണ്. മാരിനേഷൻ ചെയ്യുക, കുക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. പക്ഷേ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും പെരുന്നാൾക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മന്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഗ്രേവി ഇങ്ങനെ മേലെ കൂടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഗ്രേവിയൊക്കെ അതിൻ്റെ മേലെ കൂടെ ഒഴിച്ച് വെച്ചിട്ട് നമുക്കിനി അടച്ച് വെച്ച് കൊടുക്കാം.
അപ്പോൾ ഇതാ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ ഇതാ ഇവിടെ അങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഒരു 10 കാഷ്യൂനട്ട് ഇട്ടിട്ട് അരച്ചതാണ്, പേസ്റ്റാണ്, കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റാണ്. അപ്പോൾ അതുകൂടി ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഗ്രേവിയൊക്കെ അതിൻ്റെ മേലെ കൂടെ നന്നായിട്ട് ഒഴിക്കുക. സംഭവം നല്ല അടിപൊളി റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. ചിക്കനിൽ പിടിക്കുകയോ ഇല്ലയോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട, എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും ഇതുപോലെ ചെയ്താൽ. നമ്മളിതിൻ്റെ സെർവ് ചെയ്തത് പൊറാട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. ചെറുതായിട്ടൊരു ഗ്രേവി വേണം, എന്നാലേ അതിൻ്റെ ഒരു രസം കിട്ടുള്ളൂ. അപ്പോൾ എന്നിട്ട് ലാസ്റ്റ് നമുക്ക് അതിൻ്റെ മേലെ കൂടെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും, തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.